പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായുള്ള പട്ടാമ്പി മണ്ഡലത്തിലെ രണ്ടാം ഘട്ട വാക്സിനേഷൻ ക്യാമ്പ് നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സെമിനാർ ഹാളിൽ വെച്ചാണ് ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായുള്ള പട്ടാമ്പി മണ്ഡലത്തിലെ രണ്ടാം ഘട്ട വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയത്. 300-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മുഹമ്മദ് മുഹസിൻ MLA, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, മറ്റ് നഗരസഭാ കൗൺസിലർമാർ, പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഹജ്ജിന് പോകുന്നവർക്കായുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞതായി ഹജ്ജ് സ്വാഗത സംഘം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ MLA മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്ക് വേണ്ടി അത്യാവശ്യം നിർബന്ധമായിട്ടുള്ള വാക്സിനേഷനുകളെല്ലാം എടുക്കാൻ വേണ്ടി പ്രത്യേക ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ രണ്ടാമത്തെ ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇപ്പോൾ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. 300 ചില്ലാനും ആളുകളാണ് ഇവിടെ നിന്ന് വാക്സിനേഷൻ എടുക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ആശുപത്രിക്ക് അകത്താണ് ഇത്തരത്തിൽ ക്യാമ്പ് നടന്നിരുന്നത്. വളരെയേറെ അവിടെ വരുന്ന രോഗികൾക്കും ഹാജിമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പി കോളേജിൽ വെച്ചുകൊണ്ട് ഇന്ന് വാക്സിനേഷൻ ക്യാമ്പ് നടക്കുന്നത്. ഹജ്ജിൻ്റെ മുന്നോടിയായിട്ടുള്ള അവർക്ക് ക്ലാസ്സുകളും മറ്റെല്ലാ സൗകര്യങ്ങളും നേരത്തെ ചെയ്തു. ഇതിന് ശേഷം ഇനി ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ്. 20-ാം തീയതി മുതലാണ് യാത്ര പുറപ്പെടുന്നത്. 21-ാം തീയതി രാവിലെ പുലർച്ചെയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മുടെ കോഴിക്കോട്ട് നിന്ന് പോകുന്നത്. അതുപോലെ കൊച്ചിയിൽ നിന്ന് 26-നുമാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഹജ്ജ് ക്യാമ്പ് ആദ്യത്തെ ക്യാമ്പ് ആരംഭിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ അതിൻ്റെ സജ്ജീകരണങ്ങളായി ആദ്യം പോണ ആളുകൾ 25-ാം തീയതി വരെയുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. വളരെ നന്നായിട്ടാണ് ഇപ്രാവശ്യം ഹജ്ജ് പോകുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആളുകളുടെ എണ്ണത്തിൽ വളരെയേറെ കൂടുതലാണ് ഇപ്രാവശ്യത്തെ ഹജ്ജിന് പോകുന്ന ആളുകൾ. ഏകദേശം 18,000 കടന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തം 3 എംബാർക്കേഷൻ പോയിന്റ് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി 3 സ്ഥലത്തുനിന്നും ആളുകളെ പറഞ്ഞയക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം ഹജ്ജ് കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് വളരെ ജനകീയമായി ഇത്തരത്തിലുള്ള പരിപാടികളും ആയിട്ട് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിക്കൊണ്ട് ക്യാമ്പടക്കം നടത്തി പരിശുദ്ധ ഹജ്ജിന് ആളുകളെ യാത്ര അയക്കാനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.